കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവായിരുന്നു ഒരു കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് MLA ആണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യം. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താണ്. മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലും അദ്ദേഹമില്ല. അദ്ദേഹത്തെ അവിടെ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ് കാരണം? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തന്നെയാണ്. സ്ത്രീ പീഡനം തന്നെയാണ്. ആദ്യം ഒരു പെൺകുട്ടിയാണ് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. നിരവധി പെൺകുട്ടികൾ ഇരകളായിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ ശബ്ദരേഖ പുറത്തു വന്നു. അതിൽ നിന്നെ കൊല്ലാൻ എനിക്ക് 2 നിമിഷം മതിയല്ലോ എന്ന് പറയുന്ന ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും നാം കണ്ടതാണ്, ശബ്ദം കേട്ടതാണ്. ഗർഭചിത്രം നടത്തുന്നതിനു വേണ്ടി നിർബന്ധിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതാണ്. സ്ത്രീ പീഡനം ഒരു MLA യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നടത്തി എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പുറത്താക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി കോൺഗ്രസിൽ 2 വിഭാഗം രൂപം കൊണ്ടു. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KC വേണുഗോപാൽ, ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് ഇറക്കുന്നതിനു വേണ്ടി ഷാഫി പറമ്പിൽ നടത്തിയ ശ്രമങ്ങൾ, രഹസ്യ യോഗങ്ങൾ ഒക്കെ പിന്നീട് പുറത്തു വന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് ഉണ്ട്. അദ്ദേഹത്തിനെതിരെ യാതൊരു കുറ്റവുമില്ലല്ലോ, കേസുകളൊന്നുമില്ലല്ലോ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. എന്നാൽ നേരെ അപ്പുറത്ത് VD സതീശൻ ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. ഒരിക്കലും കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കില്ല എന്ന നിലപാട് VD സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേപോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകുമോ? അത് വലിയ ചർച്ചയാകും കോൺഗ്രസിൽ. നൽകണമെന്ന് പറയുന്നവരുണ്ടാകും, നൽകരുത് എന്ന് പറയുന്നവരുണ്ടാകും. ഏത് അഭിപ്രായത്തിനാണ് മേൽക്കൈ കിട്ടുക എന്നത് അപ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകണം എന്നാവശ്യപ്പെടുന്നവർ കോൺഗ്രസിനകത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പാലക്കാട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ കൊണ്ട് നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ. അതെങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് എന്നത് മറ്റൊരു വിഷയമാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട്. ഓൺലൈൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ കൊടുക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ പുകഴ്ത്തിക്കൊണ്ട് വാർത്തകൾ കൊടുക്കാനുള്ള ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വാർത്തയും പുറത്ത് വരുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന PR ഷോ എന്ന് തന്നെ അതിനെ പറയണം. എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ മുടക്കുന്നത് എന്നതേ ഇനി പുറത്തു വരാനുള്ളൂ. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അക്കാര്യവും പുറത്തു വരും. അദ്ദേഹം അവിടെ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് പാവപ്പെട്ടവർക്ക്. ഇന്റൽ മണി എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ പേര് സ്മൈൽ പദ്ധതി എന്നാണ്. കഴിഞ്ഞ ദിവസം നടി തൻവീർ റാമാണ് തറക്കല്ലിടാൻ വന്നത്. അത് വലിയ സോഷ്യൽ മീഡിയ വാർത്തയായിരുന്നു. മാധ്യമങ്ങളെല്ലാം വലിയ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. എന്തോ ഭാഗ്യത്തിന് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്. വരും ദിവസങ്ങളിൽ അത് മാറാം. പക്ഷെ പാലക്കാട് ജില്ലയിൽ നല്ല പ്രാധാന്യത്തോടു കൂടി വാർത്തകൾ നൽകുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിലും വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോഴിതാ നടി അനുശ്രീയാണ് കഴിഞ്ഞ ദിവസം തറക്കല്ലിടാൻ കൊണ്ടുവന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ്. ആദ്യം വന്നത് തൻവീറാം, പിന്നീട് വന്നത് നടി അനുശ്രീ. തൻവീറാമിനോടൊപ്പം നിൽക്കുകയും തൻവീറാമിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗം. അതേപോലെ ഇന്ന് അനുശ്രീ വന്നപ്പോൾ അനുശ്രീയോടൊപ്പം നിൽക്കാൻ, ചേർത്ത് പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് സിനിമാ നടിമാരെ പരിപാടിക്ക് ക്ഷണിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണം സ്ത്രീ പീഡനമാണ്. പെൺകുട്ടികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ പെൺകുട്ടികൾ മാത്രമേ എനിക്കെതിരെ സംസാരിക്കുന്നുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ ലോകമുണ്ട്. അവരൊക്കെ എന്നെ സ്വീകരിക്കുകയാണ്. ആശാസമരത്തിൽ വന്നപ്പോൾ ആശാസമരത്തിൽ പങ്കെടുത്ത അമ്മമാർ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ സ്വീകരണം, ആ സ്വീകരണം വലിയ വാർത്തയായി വരികയും അത് സോഷ്യൽ മീഡിയയിൽ നന്നായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുപോലെ
പരമാവധി സ്ത്രീകളുമായി ഇടപെടുന്ന ദൃശ്യങ്ങൾ അത് മാന്യമായ ഇടപെടൽ തന്നെയാണ്. താൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. തനിക്കെതിരെ വീണിരിക്കുന്ന കളങ്കം മായ്ച്ചു കളയാൻ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഇടപെടലിലൂടെ ദൃശ്യമാകുന്നത്. വലിയ PR പണി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വിമർശിക്കപ്പെടണം. ഇക്കാര്യത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യണം. ഇങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ച ഈ കളങ്കം, ശരിയായ കളങ്കം, അത് അങ്ങനെ പെട്ടെന്ന് കഴുകിക്കളഞ്ഞ് മുഖം തുടച്ച് വീണ്ടും പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ അനുവദിക്കരുത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. എന്തൊക്കെ PR ഷോ നടത്തിയാലും, PR കമ്പനികളെ വെച്ച് എന്തൊക്കെ കളികൾ നടത്തിയാലും, എത്ര സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തി തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാലും ആത്യന്തികമായി കേരളത്തിലെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരസ്കരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും സ്ഥാനാർത്ഥിയായി നേതാവായി കൊണ്ടുവരുവാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ കോൺഗ്രസിനെതിരെയും പ്രതിഷേധം ഉയരും. അത് സംശയമേയില്ല, ഉയരണം. കാരണം ഇത് കേരളമാണ്. ഈ PR ഷോ അത് എന്തിനാണ് നടത്തുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊള്ളത്തരവും തുറന്ന് കാട്ടേണ്ടതുണ്ട്. വലിയ ചർച്ചയാക്കിയിട്ടല്ല. പക്ഷേ ഇത്തരം നാടകങ്ങൾ അത് വെറും നാടകങ്ങളാണ്. അതിന് പിറകിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും പാലക്കാട് നടക്കുന്ന PR ഷോ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാൻ കഴിയുമോ? അതിന് മുടക്കുന്ന പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഇനി 5 മാസത്തോളമേ ഉള്ളൂ 2026 നിർണായക നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ. അതിൽ സീറ്റ് വേണം. പാലക്കാട് വീണ്ടും മത്സരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്. അതിനു മുമ്പേ PR ഷോ നടത്തി അദ്ദേഹത്തിൻ്റെ കളങ്കം മായ്ക്കണം. അതിനുവേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോ? ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ കോൺഗ്രസിലില്ലാത്ത, കോൺഗ്രസിൻ്റെ പുറത്തു നിൽക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് വീണ്ടും സീറ്റ് കൊടുക്കുമോ? അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതെല്ലാം കോൺഗ്രസിനെ വല്ലാതെ വേട്ടയാടും. കാരണം എന്തെങ്കിലും മറിച്ചോ തീരുമാനമെടുത്താൽ അത് വലിയ ചർച്ചയായി മാറും കേരളത്തിൽ. കോൺഗ്രസിൻ്റെ സാധ്യതയെ കുറച്ചേ ഉള്ളൂ, ആ സാധ്യത അതും കൂടി ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഈ PR ഷോയ്ക്ക് വേണ്ടി മുടക്കുന്ന ലക്ഷങ്ങൾ, കോടികൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കണം. കാരണം ഇത് കേരളമാണ്.